മൈ ഫേവറേറ്റ്, ഞാൻ എന്ന് എൻ്റെ ഫേവറേറ്റ് അടിച്ചു തുടങ്ങുന്നതിന് ഒറ്റ കാര്യമുള്ളൂ. ബിക്കോസ് ഓഫ് ദിസ് ഇസ് പോവ കർവ് 5G. ഈ ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഐ എം മൈൻഡ് ബ്ലോൺ, ഐ എം ഫ്ലാബ്രഗാസ്റ്റഡ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. എനിക്ക് ഒരുപാടൊന്നും പറഞ്ഞ് വെറുപ്പിക്കണ്ട, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക തുടക്കം. ഫോർ 15K 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലം ലുക്കുള്ളൊരു കൺസ്ട്രക്റ്റീവ് ഡിവൈസ്, നിങ്ങൾക്ക് ഡിമെൻസിറ്റിയുടെ 7300 ചിപ്സെറ്റ്, 8GB റാം, അത്യാവശ്യം നല്ല ക്യാമറ, 4K ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അത്യാവശ്യം ഭയങ്കര ചീപ്പല്ലാതൊരു വൈബ്രേഷൻ മോട്ടർ, 3 years ഓഫ് OS അപ്ഡേറ്റ് പ്ലസ് 2 years ഓഫ് അഡീഷണൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 5 years ഓഫ് സോഫ്റ്റ്വെയർ സപ്പോർട്ട്, അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ, കിടിലം എക്സ്പീരിയൻസ്, ഓൾ ഫോർ 15,000. എൻ്റെ ബെസ്റ്റ് റെക്കമെൻഡേഷൻ അല്ലെ ബ്ലൈൻഡ് ബൈ അണ്ടർ 15K. അത് വേറെ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ ഒപ്പോടെ ചില കാര്യങ്ങൾ പറയും, അതിവിടെ പറയും. ഇപ്പം കറൻ്റ്ലി ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോൺ ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്, ഞാൻ ഇതിന് മുന്നേ പറയാൻ പോവാ, ഞാൻ ഈ ചാനലിൽ പച്ചയായിട്ട് പുതിയ ഫോൺസിനെ റോസ്റ്റ് ചെയ്യാറുണ്ട്, പച്ചയായിട്ട് ഇതുപോലത്തെ ഫോണിനെ പ്രൈസ് ചെയ്യാറുണ്ട്. എനിക്ക് കമ്പനിയിൽ നിന്ന് ₹1 കിട്ടത്തില്ല, അവർ ഇത് ഭീഷണിയും ചീത്തോളിയും മാത്രമല്ലാതെ ഒന്നും കിട്ടത്തില്ല. പക്ഷേ എനിക്ക് പ്രോബ്ലി ടെക്നോനെ അറിയത്തുപോലുമില്ല ഇങ്ങനൊരു ഫോൺ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗൈസ്, ഐ ലവ് ദിസ് ഫോൺ സോ മച്ച്. ഞാൻ മിക്കവാറും ഇതോർമ്മ മേടിക്കും. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ടെക്നോ, അത് താഴെ ഇരിപ്പുണ്ട്. എൻ്റെ സെക്കൻഡറി സിമ്മും ബിസിനസ് കാര്യങ്ങളൊക്കെ ടെക്നോയിലാണ് ഞാൻ ഓടുന്നത്. അതുകൊണ്ട് ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റിലയബിലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുന്നേ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റിലയബിൾ ബ്രാൻഡാണ്. സംഭവം എന്ന് വെച്ചാൽ കരമനയിൽ സർവീസ് സെൻറ്റർ ഉണ്ട്, അതിനകത്ത് സ്ക്രീനൊക്കെ പൊട്ടിയായിരുന്നു, അവിടെ കൊണ്ട് റിപ്ലേസ് ചെയ്തിട്ടുണ്ട്, സ്പെയർസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഭയങ്കര സർവീസ് കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, വാറണ്ടി അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നാൽ അവർ റിപ്ലേസ് ചെയ്ത് തരും. സർവീസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ ഒരു സാറ്റിസ്ഫാക്ടറി കസ്റ്റമറാണ്, കാരണം എനിക്ക് അവരുടെ ഹിസ്റ്ററി ഉണ്ട്. ഇനി പോവ എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു ന്യൂ ജനറേഷണൽ അല്ലെങ്കിൽ വേറൊരു സബ് ബ്രാൻഡിൽ ഇറക്കുന്ന സാധനമാണ്. ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്കലി മെയ്ഡ് ഫോർ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാവരും നോക്കുന്ന ഒറ്റ സാധനമാണ്, ഓൾറൗണ്ടർ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺസ്. അത് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഈവൻ ദോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ ആണെങ്കിലും, ഈ ഞാൻ ഉദ്ദേശിച്ച സൈഡ് റെയിൽസ് ഇത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. ഈ ഡിസ്പ്ലേ പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5. ആൻഡ് ഇതിൻ്റെ കേർവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രീതിയിലും വെറുപ്പിക്കുന്നതിനാണെങ്കിലോ ഒരു സട്ടിൽ എമൗണ്ട് ഓഫ് കേർവ്. ഇറ്റ്സ് റിയലി നൈസ് ഒരു കേർവാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ കേർവ്. ഞാനൊരു കേർവ് ഭയങ്കരമായിട്ട് കേർവായിട്ടിരിക്കുന്നൊരു ഇതിൻ്റെ ഫാനല്ല, എന്നാലും ഇതുപോലത്തെ സട്ടിൽ കേർവ്സ് ഒക്കെ വെരി നൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഡിസൈൻഡ് റിയലി വെൽ. നല്ല അത്യാവശ്യം റിജിഡായിട്ടൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. IP64 ആണ്, ഗൊറില്ല ഗ്ലാസ് 5 ഉണ്ട്, ലുക്സ് പാർട്ട് ഒരു 6.7 ഇഞ്ച് അത്യാവശ്യം വലിയൊരു ഫോൺ. ആൻഡ് ഇതിന് വേറെ സാധനം കൊണ്ട് എനിക്കൊന്ന് സ്ലിമ്മസ്റ്റ് ഇന്ത്യൻ മെയ്ഡ് 5G ഫോണാണെന്ന് തോന്നുന്നത്. സ്ലിമ്മസ്റ്റ് ഇന്ത്യൻ മെയ്ഡ് 5G ഫോൺ. സോ തംസ് അപ്പ് ഫോർ ദാറ്റ്. ഇനി ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡിസ്പ്ലേ. AMOLED 144 Hz, PWM ഉണ്ട്, PWM ഡിമ്മിങ് ഉണ്ട്, 1300 nits, അത്യാവശ്യം നല്ല HBM ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. എനിക്ക് ബ്രൈറ്റ്നസിൻ്റെ ഒന്നും ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല കളർ ആക്യുറേറ്റ് കളർ റെപ്രസെൻറ്റേഷൻ ഒക്കെ ഉണ്ട്. ആൻഡ് അതിനുപരി ഈ പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് കിട്ടുന്ന മിക്ക ബഡ്ജറ്റ് ഫോണിന് ചുറ്റിനും ബെസലുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ബെസൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വെരി മിനിമൽ ആൻഡ് വെരി കണ്ടെയ്ൻഡ് എമൗണ്ട് ഓഫ് ബെസൽസ് അതിനകത്തുള്ള. ഡിസ്പ്ലേ പോയിന്റിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്, ഡിസൈൻ പോയിന്റിലും ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. ഇനി സ്പീക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞാലോ, ഡോൾബി അറ്റ്മോസിൻ്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. അതും നല്ല സ്പീക്കർ സിസ്റ്റം ആണ്. പോട്ടെ, വൈബ്രേഷൻ മോട്ടർ ആണെങ്കിൽ ഭയങ്കര കാട്ടുചാത്തൻ വൈബ്രേഷൻ മോട്ടറൊന്നുമില്ല കൊടുത്തേക്കുന്നത്, അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റുന്നൊരു വൈബ്രേഷൻ മോട്ടറാണ്. ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഡിസൈൻ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല, കാരണം ഫോർ ദ പ്രൈസ് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. ഹൗ ഇസ് ദ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്? ഞാൻ ഡിമെൻസിറ്റി 7300 ചിപ്സെറ്റ് എൻ്റെ ഇനിഷ്യലി വിചാരം ഇത് ഭയങ്കര അണ്ടർ ക്ലോക്ക് ചെയ്തിൻ്റെ ചീപ്പ് മാനുഫാക്ചറിങ് ഒക്കെ വെച്ച് ഭയങ്കര വൃത്തിയായിട്ട് IR ഒക്കെ ഉപയോഗിച്ച് CU മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കും എന്ന്. പക്ഷേ ഞാൻ ഗെൻഷിൻ ഇമ്പാക്ട് ഇത് കളിച്ച് നോക്കി, ആൻഡ് ഇറ്റ് വാസ് റണ്ണിങ് സ്മൂത്ത്ലി. അപ്പോഴാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്, ഇതിനങ്ങനെ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡെഡിക്കേറ്റഡ് കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി അല്ല, മറ്റേ കൂളിംഗ് വേപ്പർ കൂളിംഗ് ചേമ്പർ ഇതിന് ഈ പ്രൈസ് റേഞ്ചിൽ അവർ കൊടുത്തിട്ടുണ്ട്. വാട്ട് മോർ ക്യാൻ ഐ സേ അബൌട്ട് പെർഫോമൻസ്? പെർഫോമൻസ് ഇസ് ആബ്സല്യൂട്ട്ലി ഗുഡ് ഫോർ ദ പ്രൈസ്. ഭയങ്കര ഗെയിമിംഗ് ഫോണല്ല, പക്ഷേ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തോരം പെർഫോമൻസ് കിട്ടും അത് ഇതിനകത്തുണ്ട്. ആൻഡ് UFS 2.2 ആണ് എക്സ്പെക്റ്റഡ്. അല്ല നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിന്
4.0 ഒന്നും അല്ല. ഈ പ്രൈസ് റേഞ്ചിന് 2.2 എടുത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ലെറ്റ്സ് സേ എങ്ങനെയായാലും 1 day കിട്ടും. 5500 mAh ബാറ്ററിയാണ്. അതിനകത്ത് എനിക്ക് 45 watt ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്കൊന്നും അങ്ങനെ പറയാനില്ല. പിന്നെ ഗൈസ് ഒരു കാര്യം, നിങ്ങൾക്ക് ഇതുപോലത്തെ ജെനുവിൻ റിവ്യൂസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കാരണം ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺഫോൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ ഗൈസ്. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ടെക്നോയുടെ HiOS എന്നോ അത് പറയണം. ഞാൻ കാരണം ഡെയിലി അത് യൂസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ പോവയിൽ അവർ കോംപ്രിഹെൻഡ് ആയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഭയങ്കര രസമാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അനിമേഷൻസും ആപ്പ് ഓപ്പണിംഗ് സ്പീഡ്സ് ഒക്കെ രസമായിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി നൗ എ ലിറ്റിൽ ബിറ്റ് മോർ ഫൺ എന്നെനിക്ക് തോന്നി. എസ്പെഷ്യലി നമുക്ക് അതിൻ്റെ ചെറിയ സട്ടിൽ സംഭവങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ ഇത് ഈ ലോക്ക് സ്ക്രീനൊക്കെ വരുന്നൊരു ചെറിയ അനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരുപാട് റിഫൈൻമെൻറ്റ് അപ്ഡേറ്റ്സ് ഈ വട്ടം ടെക്നോ ഈ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇതിൻ്റെ ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഹാർഡ്വെയർ കേപ്പബിലിറ്റി എന്നൊക്കെ അറിയാം, മാലിയുടെ GPU ആണ്. Dimensity 7300 കൂടെ കപ്പിൾ അപ്പ് ആയി വരുന്നത്. GPU ഇസ് റിയലി ഗുഡ്. ഡേ ടു ഡേ പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, എയ്സ്തെറ്റിക്കലി പാർട്ട് പറയുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കുറ്റം പറയാനൊന്നുമില്ല. ടെക്നോ ഹാസ് വർക്ക്ഡ്, ജനറേഷണൽ കാര്യങ്ങൾ അവർ വർക്ക് ഓൺ ചെയ്തു ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇച്ചിരിയും കൂടെ റിഫൈൻമെൻറ്റ് അപ്ഡേറ്റ്സ്, എസ്പെഷ്യലി ഭയങ്കര ഇൻറ്റഗ്രേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ തോന്നി. എനിക്ക് സ്റ്റക്കും സ്റ്റഡേഴ്സിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്, അതൊക്കെ പക്കയായിട്ടുണ്ട്. നിങ്ങൾ ഫോൺ പുഷ് ചെയ്യുമ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല ആ പ്രശ്നങ്ങൾ. പക്ഷേ എവിടേക്കെയോ എനിക്ക് ചെറിയൊരു മിസ് ഔട്ട് പോയിന്റ് തോന്നിയിട്ട്, ആ ഒറ്റ കംപ്ലയിൻറ്റ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അഗെയിൻ ഗൈസ്, ഈ പ്രൈസ് റേഞ്ചിനകത്ത് സോഫ്റ്റ്വെയർ ഒരു കുറ്റവും പറയാനില്ല. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് 3 വർഷം കിട്ടുന്നുണ്ട്, അഡീഷണൽ 5 വർഷത്തേക്ക് സെക്യൂരിറ്റി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ടെക്നോ ഇസ് ആക്ച്വലി ബിൽഡിംഗ് അപ്പ് ദെയർ കസ്റ്റമർ ബേസ് എന്നൊക്കെ എനിക്ക് പറയാനുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ ക്യാമറാസിനെ കുറിച്ച് പറയാം. ഹൗ ഡു ഐ സേ, ഇതിനകത്ത് ഡുവൽ ക്യാമറ സിസ്റ്റം ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കിടിലമാണെന്ന്, പക്ഷേ കുഴപ്പമില്ലാത്ത ക്യാമറാസാണ്. സത്യം പറഞ്ഞാൽ സെൽഫിയിൽ 4K റെക്കോർഡിംഗ് ഉണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫോർ വീഡിയോസ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഫോട്ടോസ് ഞാൻ എടുത്ത സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അഗൈൻ ഇതിനകത്ത് ഒരു പ്രൈമറി ഷൂട്ടറേ ഉള്ളൂ, 2 എണ്ണം കൊടുത്തേക്കുന്ന ഒരു. ഇതിൻ്റെ പർപ്പസ് എന്തോന്ന് എനിക്കത് അറിയത്തില്ല. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ പൊത്തിപ്പിടിച്ചിട്ട് സൂം ചെയ്തിട്ടും വൈഡൊക്കെ ആക്കിയിട്ടൊന്നും പ്രശ്നമില്ല. ഇതിനെനിക്ക് തോന്നുന്നു ബേസ് ആയിട്ട് വരുന്ന 28mm 24mm ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഫോർ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ റിയലി ഗുഡ് ക്യാമറ. 24mm ആണെന്ന്, 23mm ആണ് ഇതിൻ്റെ മെയിൻ വൈഡ് ഷൂട്ടർ. 24mm ആണ് മിക്ക ആൾക്കാരുടെ ഫേവറേറ്റ് ഫോക്കൽ ലെങ്ത് എന്നൊക്കെ പറയുന്നത്. ആ ഒറ്റ പ്രൈമറി ഷൂട്ടറാണ്. ദ ക്വാളിറ്റി ഈസ് ആക്ച്വലി നോട്ട് ബാഡ്. ട്രയൽസ് ഒക്കെ കണ്ടു, കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അഗൈൻ സാച്ചുറേറ്റഡ് സൈഡാണ്, പക്ഷേ നിങ്ങൾക്ക് ആ നാച്ചുറൽ ബോക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. HDR നല്ലോണം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പ്രൈസ് റേഞ്ചിന് ക്യാമറാസിനെ കുറിച്ച് കുറ്റം പറയാനൊന്നുമില്ല. ഇറ്റ് ഈസ് എ വെരി ഗുഡ് എബോ ആവറേജ് ഓക്കേഷ് ക്യാമറ സിസ്റ്റമാണ്. എവിടെയാണ് ഞാൻ ഈ ഫോണിനകത്ത് കുറ്റം പറയുന്നത്? ഫണ്ടമെൻ്റൽ പില്ലേഴ്സ് നോക്കുകയാണെങ്കിൽ ബാറ്ററി നല്ല, ഡിസ്പ്ലേ നല്ല, ഡിസൈൻ നല്ല, ക്യാമറ നല്ല, OS കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. എനിക്ക് ഒരുപാട് കുറ്റമൊന്നും പറയാനില്ല. ദാറ്റ് ഈസ് വൈ ഐ ആം സെയിങ് ഗൈസ്, നിങ്ങൾ ഓഫ് ബ്രാൻഡ്സ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനകത്താണ് 15K ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു പ്രീമിയം എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. ഒരു 15,000 രൂപയ്ക്ക് എന്തത്തോളം പ്രീമിയം ഒരു കമ്പനി തരാൻ പറ്റുന്നുണ്ടോ ആ ഒരു എക്സ്പീരിയൻസ്. അഗൈൻ ഈ ഫോണിൻ്റെ ബാക്ക് ഡിസൈൻ ഉൾപ്പെടെ, എന്താ പറയുക, ഫ്രണ്ടിലെ കർവച്ചർ ഉൾപ്പെടെ, ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ആക്ച്വലി വെരി ഫാസ്റ്റ്. അതാണ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വെച്ചാൽ 15,000 രൂപയ്ക്ക് ഒരു സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ കൊടുക്കുമ്പോൾ അവർ അത് ചീപ്പ് ഔട്ട് ചെയ്യുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ തന്നെയാണ് കൊടുത്തേക്കണത്. ബട്ടൺസ് ആർ ക്ലിക്ക്. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അനിമേഷൻസ് എല്ലാം ടു ദ പോയിന്റ്. ഇറ്റ്സ് റിയലി ഗുഡ്. എൻ്റെ ടോപ്പ് റെക്കമെൻഡേഷൻ അണ്ടർ 15,000 ഇപ്പം പോവ ബൈ ടെക്നോ. ഇറ്റ് ഈസ് റിയലി നൈസ്. ചൂടാവത്തില്ല, തെർമൽസ് ഉണ്ട്. എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. ഇതെല്ലാം ഗായ്സ് നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്. അഗൈൻ നമ്മൾക്ക് ചാനൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ത്രൂ ഔട്ട് ഒരു കുറച്ച് നാൾ പീരീഡ് എനിക്ക് ഈ ഫോൺ അറേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ തന്നെ, റീറ്റെയിൽ ഡിവൈസ് എനിക്ക് യൂസ് ചെയ്യാനും അറേഞ്ച് ചെയ്ത് തന്നെ ABC മൊബൈൽസ് പട്ടത്തിന് എനിക്ക് ഹ്യൂജ് താങ്ക്സ്. അവിടെ നിങ്ങൾക്ക് പോയാൽ അവിടെ എനിക്ക് 1-2 ഡെമോ പീസ് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാം. അതിന് ഉപരി അവിടുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെന്തോ കാർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം അവൈലബിൾ ചെയ്ത് തരും. സോ ABC മൊബൈൽസ് പട്ടത്തേക്ക് പോക്കോ. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ റീസെൻ്റ്ലി നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ അറിയായിരിക്കും, ചില വീഡിയോസ് ഞാൻ ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നു. കാരണം പൊളിറ്റിക്കൽ പിയർ പ്രഷർ എന്നൊക്കെ പറയുന്നില്ലേ. പക്ഷേ എന്തായാലും ഗൈസ്, ഐ വിൽ സ്റ്റേ ഓണസ്റ്റ് ആൻഡ് ട്രൂ. ഒരു റിവ്യൂവും ഞാൻ കാശ് മേടിച്ച് പറയത്തില്ല. കുറ്റം പറയാനുള്ളെങ്കിൽ ഞാൻ ഇനിയും ധൈര്യമായിട്ട് പറയും. അവർ കമ്പനി എടുക്കാൻ പറഞ്ഞ ലീഗലി മൂവ് ചെയ്യാൻ പറയും, അങ്ങനെ എടുക്കത്തേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പോവാം. സോ ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. പോവ Curve 5G by Techno, one of my favorite new device under 15K. ഒരു രീതിയിലും ഒരു വലിയ കാര്യത്തിൽ ലാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് NFC വരുന്നുണ്ട്, അതാണ് ഞാൻ ഞെട്ടിപ്പോയത്.
So Sri here, talk to you guys later, love you.